ഹായ് മക്കളെ, മാക്സിമം 7 മിനിറ്റ്. 7 മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്ത് തരാം, ഇത് മൊത്തം ഞാൻ വൈൻഡപ്പ് ചെയ്ത് തരാം. 7 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ പോകുന്ന 50 മാർക്കിന്റെ ചോദ്യവും ഉത്തരവും ഞാൻ പറഞ്ഞുതരാം. ഒരു കാരണവശാൽ ഇത് നഷ്ടാവില്ല. ആൻഡ് ഈ ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പകുതി മീശ ഞാൻ വെടിക്കും, അത്രക്കും ഗ്യാരണ്ടിയാണ് എനിക്ക്. മറ്റൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇത് കാണുന്നിട്ട് നിങ്ങൾ ഇന്ന് ഇത് ചെയ്ത് പഠിക്കുക. നാളെ എക്സാം കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സാറേ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. സോ ഇത് വന്നിട്ടില്ലെങ്കിൽ പകുതി മീശ പോയി. ഞാൻ എന്തായാലും ഈ പകുതി മീശ വെച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോൺഫിഡൻസ് മറ്റൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇത് മാത്രം പഠിച്ചു പോവുക. നാളെ 50 മാർക്ക് ഉറപ്പിക്കാം. വളരെ ക്വിക്കായിട്ട് വേഗത്തിലാണ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി പോകണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 15 മിനിറ്റിൽ ഇത്രയും ചോദ്യം ചെയ്യാൻ പറ്റുന്നത്. യെസ്, നാളത്തെ പരീക്ഷയുടെ 2 മാർക്കിന്റെ ആദ്യത്തെ ചോദ്യം ഉറപ്പായിട്ട് എന്തായിരിക്കും, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തു നിന്നാണ്. സമാന്തര ശ്രേണി എന്നുള്ള പാഠത്തു നിന്നായിരിക്കും. അതൊരു ശ്രേണി തന്നിട്ട് അതിന്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനും അതേപോലെ ഏതെങ്കിലും 10ാമത്തെയോ 20ാമത്തോ പദം ചോദിക്കാനായിരിക്കും. 100% ഉറപ്പാണ് ഫസ്റ്റ് ചോദ്യം ഇതായിരിക്കും എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ആൻസേഴ്സ് നോക്കട്ടോ. ഞാൻ വളരെ ഇതായിട്ട് എന്ത് ചെയ്യുന്ന ആൻസേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ തെറ്റിപ്പോകാനൊക്കെ ഞാൻ സ്പീഡിൽ എഴുതിയതാണ്, പക്ഷേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും? രണ്ടാമത്തെ ചോദ്യം സർക്കിൾസ് എന്ന പാഠത്തു നിന്നായിരിക്കും. വൃത്തങ്ങൾ എന്ന പാഠത്തു നിന്ന് എന്താ, നമ്മൾ ഈ ഒരു ചോദ്യമില്ലേ, അതായത് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ആംഗിൾ തരും. ഇവിടെ ഞാൻ എടുത്തത് ഇത് 40 ഡിഗ്രി ആണെന്നാണ്. ചിലപ്പോൾ ഈ 80 ഡിഗ്രി ആയിരിക്കും തരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 140 ആയിരിക്കും. ബാക്കി 2 ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. വേഗം ചെയ്യാൻ പറ്റുന്നത് ഇത് 40 ആണെങ്കിൽ അതിന്റെ നേരെ ഡബിൾ ആയിരിക്കും 80. ആൻഡ് ഇതെന്താണ്, 40 ആണെങ്കിൽ 40ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണോ 180, 140 കൂട്ടിയതാണ്. അപ്പോൾ അതായിരിക്കും 180. ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ട് മറ്റ് 2 എണ്ണം തരും. ഇനി അടുത്തൊരു ചോദ്യം ഉറപ്പായിട്ട് എന്തായിരിക്കും, മാത്തമെറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് തരും. അത് വളരെ സിമ്പിൾ ആയിട്ട് എന്താ, നമ്പർ ഗസ് ചെയ്യുന്ന പോലത്തെ ഇതുപോലത്തെ ചോദ്യമായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗ്ഗങ്ങൾ കാണാനുള്ള ചോദ്യമായിരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ കാണാം. അല്ലെങ്കിൽ എന്താണ്, 5ന്റെ ഗുണിതങ്ങളാവാം, അല്ലെങ്കിൽ ഇരട്ടക്ക സംഖ്യ ആവാം. അങ്ങനെയുള്ള എന്ത് ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇനിയിപ്പോൾ എന്താണ്, നമ്മളുടെ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം നമ്മുടെ ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ എന്താണ്, 7th ടേം 17ഉം 17ാമത്തെ ടേം 77 ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പൊതുവ്യത്യാസം എന്നും മറ്റൊരു ടേം കണ്ടുപിടിക്കാനാണ്. അതെന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും നമ്മൾ സർക്കിൾസിലേക്ക് പോകുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ്, സെമി സർക്കിൾ തന്നിട്ട് AP × PB = എന്താണോ, PC സ്ക്വയർ ആയിരിക്കും എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇതുവരെ ചോദ്യമൊന്നും വന്നില്ലല്ലോ. അതായത് പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ, ഈവൻ നമ്പർ, മൾട്ടിപ്പിൾ ഓഫ് 8, അല്ലെങ്കിൽ എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ്, അതുപോലത്തെ ഒരു ചോദ്യം ഉണ്ടാവും. ഇക്വേഷൻ ഫോമിൽ നിന്ന് സോൾവ് ചെയ്യാൻ. അതായത് പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒന്ന് എക്സും അടുത്തത് x+2 ആണ് എടുക്കേണ്ടത്. അതേപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, മറന്നു പോവരുത്. ഈവൻ നമ്പർ ആണെങ്കിലും ഓഡ് നമ്പർ ആണെങ്കിലും, ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് x+2 ആയിരിക്കും. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി, ജാമീതീയമായിട്ടുള്ള സാധ്യതകളിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ഫിഗർ തന്നിട്ട് കണ്ണും പൂട്ടിയിട്ട് എന്താ, ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇതെന്തായിരിക്കും, ഒരു വൃത്തമായിരിക്കും, വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒരു ത്രികോണമായിരിക്കാം, അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ ഉള്ളിൽ സ്ക്വയർ ആയിരിക്കാം. അങ്ങനെ ഏത് ചോദ്യം വരാം. ത്രികോണത്തിൻ്റെ ഉള്ളിൽ സ്ക്വയർ ഒന്നും വരില്ല, അതൊക്കെ ഭയങ്കര ടഫാണ്. വൃത്തത്തിൻ്റെ ഉള്ളിൽ ത്രികോണം വരില്ല. എന്താ, ഇതുപോലത്തെ സിമ്പിൾ സാധനങ്ങളെ വരുള്ളൂ. ഓക്കെ, റൈറ്റ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇനി 4 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇപ്പം എത്രയായി, എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 20 മാർക്കിന്റെ ചോദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. 4 മാർക്കിന്റെ ചോദ്യത്തിൽ എന്താ, സമ്മ് വെച്ചിട്ടുള്ള കളികൾ. അതായത് ഇവിടെ കണ്ടില്ലേ, ഇതെനിക്ക് 2 ദിവസം മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തു. 8th and 19th ടേം എന്താ 125 ആണെങ്കിൽ 7th and 20th അതും 125 ആയിരിക്കും. 6th ടേം 40 ആണെങ്കിൽ 21st എന്തായിരിക്കും 125 എന്ന് 40 മനസ്സിലാക്കാൻ. ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് 26 ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഓർഡേഡ് പെയറിൽ വരും. എന്താ, അങ്ങനത്തെ 13 പേഴ്സ് ഉണ്ടാവും. അപ്പോൾ 125 × 13 എത്ര ആൻസർ എന്നുള്ള അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനിയോ ഉറപ്പായിട്ടും എന്താ, സ്ക്വയറിന്റെ സം, അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ബീജഗണിത രൂപത്തിൽ വെച്ചിട്ട് ഫസ്റ്റ് ടേം ചോദിക്കാം, കോമൺ ഡിഫറൻസ് ചോദിക്കാം. അങ്ങനെ എല്ലാ ചോദ്യത്തിനും ഫസ്റ്റ് ടേം ആണെങ്കിൽ ജസ്റ്റ് n മാറ്റി 2 + 3 5 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ n-ന്റെ ഈ സാധനത്തിന്റെ ഡബിൾ ആയിരിക്കും, 4 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് 25 ടേംസോ 30 ടേംസോ 100 ടേംസോ ചോദിക്കും. അപ്പം n-ന് പകരം 100 ടേംസ് ആണെങ്കിൽ 100 കൊടുക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നിരിക്കും. ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സർക്കിൾസിൽ നിന്നും മറ്റൊരു ചോദ്യമാണ് എന്ത്, ഇതിന്റെ ചോദ്യം എന്ത് വന്നാലും PA × PB = PC × PD ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, PA × AB അല്ല, PA ×
PB ആയിരിക്കും, അതേപോലെ തന്നെ PC ഇൻറ്റു PD ആയിരിക്കും. ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും ഉറപ്പായിട്ട് എന്തുണ്ടാവും, നിങ്ങൾക്ക് 4 മാർക്കിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ട്. പിന്നെ ഓൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള ചോദ്യം എന്ത്, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ട് എന്താ ശ്രേണി എഴുതാൻ ചോദിക്കും, ഫസ്റ്റ് ടേം ചോദിക്കും, കോമൺ ഡിഫറൻസ് ചോദിക്കും, അതേപോലെ തന്നെ പൊസിഷൻസും അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം 4 മാർക്കിന്. ഇനി അടുത്തത് സർക്കിൾസ്, വൃത്തങ്ങൾ എന്നുള്ള പാഠത്തിൽ തന്നെ ഇന്റർസെക്ഷൻ ഓഫ് കോഡുകൾ അല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു PC ഇൻറ്റു PD വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടുള്ള കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും. എന്തായിരിക്കും, അതും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ അതുപോലത്തെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട്. 2021 ഫൈനലിൽ ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇനി 5 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് എത്തുമ്പം യെസ്, ഉറപ്പായിട്ടും വരക്കാനുള്ള ചിത്രങ്ങൾ 2 എണ്ണമെങ്കിലും എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ നിർബന്ധമായിട്ടും 2 എണ്ണമല്ലടാ വരക്കാനുള്ളത്, 1 യെസ് 2 ചിത്രങ്ങൾ, അതായത് ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 6 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ, അതേ ഏരിയയുള്ള അതേ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കാനുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് വരാനുള്ളതാണ് ഏത്, നമ്മളുടെ വൃത്തത്തിൻ്റെ ഉള്ളിൽ എന്താണ്, ത്രികോണം വരക്കാനുള്ള, പരിവൃത്തം സർക്കം സർക്കിൾ വെച്ചിട്ടുള്ള വരക്കാനുള്ള ചോദ്യവും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ആൻഡ് ഏറ്റവും അവസാനം നമ്മൾ ബീജഗണിത രൂപം ഉണ്ടാക്കുന്നതും നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ബീജഗണിത രൂപത്തിൻ്റെ കോമൺ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. എന്ന് മാത്രമല്ല എന്താണ്, ഫസ്റ്റ് ടേമും അതേപോലെ തന്നെ പൊതുവ്യത്യാസവും തന്നിട്ട് ബീജഗണിത രൂപം ചോദിക്കാനുമുള്ള സാധ്യത ഉണ്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളിൽ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മറ്റൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചു വെച്ച് പോവുക. യെസ്, എത്ര സമയമാണത്, 6 മിനിറ്റേ ആയിട്ടുള്ളൂ. പഠിച്ചു വെച്ച് പോവുക. 50 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും.